എൻ്റെ ഭാമേ, നീ ഇത് എന്തെടുക്കുക? എത്ര സമയമുണ്ട് നിന്നെ വിളിക്കുന്നു എന്നറിയാമോ? എൻ്റെ ചന്ദ്രേ, ഞാനേ തുണിക്കടയിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത്. നീ എന്താ ഭാമേ ഈ പറയുന്നത്? ഈ പാതിരാത്രി 1 മണിക്ക് ശേഷം നിനക്ക് ഏത് തുണിക്കടയാണ് തുറന്നു വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ ഈ അർദ്ധരാത്രി വിളിച്ചിട്ട് എന്നോട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാ ഞാൻ പിന്നെ എന്താ നിന്നോട് മറുപടി പറയേണ്ടത്? അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചത്? എൻ്റെ ഭാമേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി. എന്താ കാര്യം? അത് ഞാൻ പറയാം. എന്നാ നീ ഒന്ന് പെട്ടെന്ന് പറയാം ഭാമേ. അങ്ങനെ നമ്മുടെ ഭാമയും ചന്ദ്രയും പരസ്പരം പറയാം എന്നും പറഞ്ഞിങ്ങനെ തർക്കത്തിലാണ്. എന്തായിരിക്കും കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. 29-ാം തീയതി, അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണിത്. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ വിളിക്കുകയാണ് നമ്മുടെ അച്ചമ്മയ്ക്ക്. സ്പീക്കർ ഇട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ചമ്മ എത്ര വർഷമായി, അതായത് വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ചമ്മയ്ക്ക് മകനായിട്ട് അച്ഛൻ ജനിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണ, മോനെ 4 വർഷത്തോളം എനിക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. നേർച്ചയും കാഴ്ചയും വഴിപാടൊക്കെ ആയിട്ട് നടന്നതിൻ്റെ ഫലമായിട്ട് നിന്റെ അച്ഛനെ എനിക്ക് ലഭിച്ചത് വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയണേ, എൻ്റെ അച്ചമ്മേ, ദേ ഇവിടെ ഒരുത്തനുണ്ടല്ലോ, എൻ്റെ അച്ഛന് 12 മാസം കഴിഞ്ഞപ്പോഴാണ് ജനിച്ചത്. 12 മാസം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇവൻ ഇത്ര പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇവൻ കള്ളനും ഫ്രോഡും ഒക്കെ ആയിപ്പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അച്ഛമ്മ പറയണേ, എൻ്റെ സച്ചി, എനിക്ക് മകനായിട്ട്, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് രവിയാണ് കിട്ടിയത്. അതുപോലെ എൻ്റെ രവിക്കാണെങ്കിൽ നിങ്ങൾ 3 ആൺമക്കളെയാണ് കിട്ടിയത്. അതേസമയം എൻ്റെ കൊച്ചുമകനായ നിനക്കുണ്ടല്ലോ ഒരു പെൺകുഞ്ഞു മതി, അതും രേവതി മോളെ പോലെ മഹാലക്ഷ്മി പോലത്തെ ഒരു പെൺകുട്ടി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ തന്നെ സച്ചി പറയണ, അയ്യോ എനിക്ക് മഹാലക്ഷ്മി മതി അച്ഛമ്മ, എനിക്ക് മഹാലക്ഷ്മി മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് ഉടനെ തന്നെ സച്ചി പറയാണ്, അയ്യോ അച്ഛമ്മേ, പക്ഷേ എനിക്ക് ഒരുപാട് കടമുണ്ട് അച്ഛമ്മേ, ഇപ്പോൾ കുട്ടിയൊക്കെ ആയാൽ എന്ത് ചെയ്യാനാണ്, ഒരുപാട് കടമുണ്ട്, എനിക്ക് വണ്ടിയുടെ ഡ്യൂ അടയ്ക്കണം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ രവി പറയണം, എടാ ഫോൺ ഇങ്ങോട്ട് താടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവി ഫോൺ ഇങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയണം, അമ്മേ ഞാൻ പിന്നീട് വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രവി ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം കൊണ്ട് രേവതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എടാ എന്ത് വർത്താനാടാ നീ പറഞ്ഞത്? ദേ രേവതി മോളെ എത്ര സന്തോഷത്തിലായിരുന്നു എന്ന് നിനക്കറിയാമോ? ഇപ്പം നോക്കിക്കേ, ആ കൊച്ചിൻ്റെ മുഖം പോയൊരു പോക്ക് കണ്ടില്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അതല്ല അച്ഛാ എൻ്റെ കടം, ദേ ഇനി നിൻ്റെ കടത്തെ പറ്റി നീ മിണ്ടിപ്പോവരുത്, നോക്കിക്കോ, എന്ത് പറഞ്ഞാലും നിനക്കൊരു കടം ഇതിനൊരു അന്ത്യം ഇല്ലേടാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അങ്ങനെ നമ്മുടെ സച്ചി നേരെ മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ സച്ചി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും പോയി കയറി പോവുകയാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിക്ക് തൊട്ട് മുന്നേ ശ്രുതിയാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്, കണ്ടു പഠിക്കും നിങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അതായത് സച്ചിയും രേവതിയും കണ്ടു പഠിക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ശ്രുതി താഴേക്ക് ഇറങ്ങി വരികയാണ്, വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. അതിന് തൊട്ട് മുമ്പ് ചന്ദ്രമതി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആ മേശ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ചന്ദ്രമതിയുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നുകൂടുകയാണ്. ചന്ദ്രമതി ചിന്തിക്കുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ആ ഡ്രൈവർക്കും ആ പൂക്കാരിക്കും കൂടി ജനിക്കുന്ന കുഞ്ഞ് തന്നെ എന്നെ ആദ്യമേ അച്ചമ്മയെന്ന് വിളിക്കും. ഇനിയിപ്പോൾ അത് തടയാനും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോഴാണ് നമ്മുടെ ശ്രുതി വെള്ളം എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ കാണുമ്പോൾ ചോദിക്കണം, മോളെ ശ്രുതി, നീ ഇപ്പോൾ ഈ രാത്രി ഇത് എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, അമ്മേ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയണം. അയ്യോ മുറിയിൽ ശ്രുതി ഇല്ലേ മോളെ? അദ്ദേഹം ഉറങ്ങി അമ്മേ, ശ്രുതി ഉറങ്ങി എന്നിങ്ങനെ പറയണം. ശ്രുതി ഉറങ്ങിയോ? ഇപ്പോഴോ? ഈ സമയത്തോ? എൻ്റെ ശ്രുതി, മണി 10 ആയുള്ളൂ, ഇപ്പോഴേ അവൻ കിടന്ന് ഉറങ്ങിയോ? അപ്പോൾ ശ്രുതി പറയണം, അത് അമ്മേ ഷോറൂമിൽ ഒരുപോലെ നിന്നുള്ള ജോലിയല്ലേ അമ്മേ, അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, അങ്ങനെ ശ്രുതി കിടന്നുറങ്ങി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണം,
എന്താ ചെയ്യുക? ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദേ അവരെ തമ്മിൽ നിങ്ങൾ കാണുന്നില്ലേ? അവരിങ്ങനെ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് തന്നെ കുട്ടി ജനിക്കും. മോളെ, അതിന് നിങ്ങളായിട്ട് അനുവദിക്കരുത്. നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ കുട്ടി ജനിക്കണം ഈ കുടുംബത്തിൽ. അതുകൊണ്ടേ നീ അങ്ങനെ അവനെ ചുമ്മാ കിടന്ന് ഉറങ്ങാനൊന്നും വിടരുത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, ആ മോളെ, നീ പെട്ടെന്ന് എന്നെ വെള്ളം എടുത്തിട്ട് മുറിയിലേക്ക് ചെല്ല്. എന്നിട്ടേ അവനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും സമ്മതിക്കേണ്ട. പെട്ടെന്ന് അവനെ വിളിച്ചോണത്ത് ചെല്ല് എന്നിങ്ങനെ പറയണം. അങ്ങനെ ശ്രുതി വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ്. വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിയിട്ടാണ്, ഛേ ഈ പെണ്ണെന്താ ഇങ്ങനെ എന്നും പറഞ്ഞ് ശ്രുതിയെ നോക്കിയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് എന്ന് വെച്ചാൽ രവീന്ദ്രൻ കിടന്ന് പോത്ത് കണക്ക് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഉറക്കം വരുന്നതേ ഇല്ല. ചന്ദ്രമതി തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, തിരിയുന്നു മറിയുന്നു. അങ്ങനെ ചന്ദ്രമതി ആകെ ഇങ്ങനെ കിടക്കുകയാണ്. ചന്ദ്രമതിയുടെ മനസ്സിൽ നമ്മുടെ എന്താണ് രേവതിക്ക് പെട്ടെന്ന് കുഞ്ഞു പിറക്കുമോ എന്നുള്ള ആ ഒരു സംശയത്തിലും വിഷമത്തിലുമാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. ഓ, ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. എത്ര സമാധാനമായിട്ടാണ് കിടന്നുറങ്ങുന്നത്, ഒരു ടെൻഷനും ഇല്ല. ഇതെന്താ മനുഷ്യൻ എന്നും പറഞ്ഞ് രവീന്ദ്രനെ നോക്കിയിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നതെന്നോ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാ ഒന്ന് തടയുക? ഇപ്പോൾ സച്ചിൻ രേവതി ആണെങ്കിൽ ചക്കര അടയും പോലെയാണ്. അവർ തമ്മിൽ എല്ലാ ബന്ധവുമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവർ തമ്മിൽ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റണം, തെറ്റിപ്പിരിക്കണം. അതിനെന്താ ഇപ്പോൾ ഒരു പോംവഴി എന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി ചിന്തിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഭാമയെ ഒന്ന് വിളിക്കാം, എന്നിട്ട് ഭാമയോട് അഭിപ്രായം ചോദിക്കാം. എന്തെങ്കിലും ഒരു വഴി അവൾ പറഞ്ഞു തരാതിരിക്കില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നേരെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് പോയിട്ട് ഭാമയെ വിളിക്കുകയാണ്. ഭാമയാണെങ്കിൽ അതേ സമയത്ത് കിടന്ന് ഉറങ്ങുകയാണ്. രാത്രി 1 മണിക്ക് ശേഷമുള്ള സമയമാണ്. അങ്ങനെ നമ്മുടെ ഭാമ ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഭാമ ചിന്തിക്കുകയാണ്, ശേ ഇതാരാ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്ന നേരത്തെ ഈ കിടന്ന് വിളിക്കുന്നത്, ഇതാരാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭാമ ചെന്ന് ഫോൺ എടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണ്. അപ്പം ചോദിക്കണേ, ചന്ദ്രേ എന്തിനാടി നീ ഇപ്പം വിളിച്ചത്? എന്താ? ഷോ എൻ്റെ ഭാമേ, എത്ര നേരമായിട്ട് നിന്നെ വിളിക്കായിരുന്നു, എവിടാ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാമ പറയണ്, എൻ്റെ ചന്ദ്രേ, ഞാനേ തുണിയെടുക്കാനായിട്ടേ തുണിക്കടയിൽ നിൽക്കുക. ഈ പാതിരാത്രിക്കോ? ഈ 1 മണി സമയത്തോ? ആഹാ, അപ്പോൾ 1 മണി സമയമാണെന്ന് നിനക്കറിയായിരുന്നോ? എടി ബുദ്ധു, ഈ സമയത്ത് മനുഷ്യൻ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലാതെ എന്ത് ചെയ്യാനാണ്? നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഈ പാതിരാത്രി വിളിച്ചിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഭാമ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, എൻ്റെ ഭാമയെ, എൻ്റെ ഉറക്കവും എല്ലാം പോയടി. എൻ്റെ ഉറക്കവും പോയി, ഊണും പോയി, സമാധാനം പോയി, എല്ലാം പോയി. എന്താ ചന്ദ്രേ, എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ? എൻ്റെ ഭാമേ, ദേ സച്ചിൻ രേവതി ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. അവരിപ്പോൾ ചക്കര അടയും പോലെ ആയിരിക്കുന്നത്. തമ്മിൽ വഴക്കുമില്ല, പ്രശ്നവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ്, മഹാപാപി, സ്വന്തം മോനും മരുമകളും സന്തോഷമായിട്ട് കഴിയുന്നതിൽ അവർക്ക് സഹിക്കുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ ചന്ദ്രമതി പറയണത്, എടി എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ലടി. അപ്പോൾ ഉടനെ ഭാമ പറയണേ, എൻ്റെ ചന്ദ്രേ, അവർ മിണ്ടേം പറയുകയൊക്കെ ചെയ്യട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അവർ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ. ആരാ പറഞ്ഞ ഇല്ലെന്ന്? അതൊക്കെ ഉണ്ട് അവർക്കിടയിൽ. ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് മനസ്സിലായടി, അതേ ഉള്ളൂ അവർക്ക്. അപ്പോൾ ഉടനെ തന്നെ ഭാമ പറയണം, അതിനിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? അതിപ്പോൾ വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാ എൻ്റെ വിഷമവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം. നിനക്കിപ്പോൾ എന്താ വേണ്ടത് ചന്ദ്രേ? എനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചാലേ, അവനും അവളും തമ്മിൽ അടുക്കരുത്. ഇവരെ തമ്മിലൊന്ന് തെറ്റിക്കാൻ നോക്കിയാൽ അത് നടക്കുന്നില്ല. ഇവരെ തമ്മിലൊന്ന് പിരിക്കാൻ എന്താ മാർഗം? ആ മാർഗം തേടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പാതിരാത്രി വിളിച്ചിട്ട് മോനെയും മരുമോളെയും തമ്മിൽ പിരിക്കാനുള്ള ഐഡിയ തിരക്കുന്നു. ഇവളെ എന്താ ചെയ്യട്ടെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ഭാമ. എന്നിട്ട് ഭാമ പറയണ, ഞാനിപ്പോൾ എന്താ പറയട്ടെ ചന്ദ്രേ, പ്ലീസ് അടി, എനിക്ക് നിന്നെ വിളിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടും. നിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം. നീ എന്തെങ്കിലും എനിക്ക് വേണമെന്നൊരു കാര്യം നീ എനിക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ ഉടനെ ഭാമ ആലോചിക്കുകയാണ്. എന്നിട്ട് ഭാമ പറയണ, ചന്ദ്രേ, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഭാമേ? ഒന്ന് പറ ഭാമേ. എൻ്റെ ചന്ദ്രേ, ഇതേ ഏതാ മാസമെന്ന് അറിയാമോ നിനക്ക്?
അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ചന്ദ്രമതി. അപ്പം തന്നെ നമ്മുടെ ഭാമ പറയണേ, എടി ബുദ്ധു, ഇതേ ആടിമാസമാണ്, ആടിമാസം. ആടിമാസത്തെ പ്രത്യേകതയാണ് എന്താണെന്ന് നിനക്കറിയാമോ? ആടിമാസത്തിലെ പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ ഒരുമിച്ചൊരിടത്ത് കഴിയാൻ പാടില്ല. പെൺകുട്ടി അമ്മയുടെ കൂടെയാണ് ഈ 1 മാസം കഴിയേണ്ടത്. ഈ ഒരു കാര്യമുണ്ടല്ലോ, നീ വേണ്ട രീതിയിൽ തന്ത്രപരമായിട്ട് നീ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ സോറി ഈ ഒരു കാര്യം നീ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സച്ചിയും രേവതിയും തമ്മിൽ മാറ്റി നിർത്താൻ പറ്റും എന്നാണ് ഇങ്ങനെ ചന്ദ്രമതിയോട് നമ്മുടെ ഭാമ പറയുന്നത്. മൊത്തം കിളി പോയി ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്രമതി, ഈശ്വര, മനസ്സമാധാനമായി. നീ തന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യ് ചന്ദ്രേ, പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ പറ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കാണ് ചന്ദ്രയ്ക്ക് ആദ്യം സന്തോഷമാവുകയാണ്. എന്നിട്ട് ചന്ദ്ര ഭാമയോട് പറയുന്നത്, എൻ്റെ ഭാമേ, അതൊരു കുഴപ്പമുണ്ട് ഭാമേ. എന്താ കുഴപ്പം? അതെ, അത് ഇടയ്ക്ക് വെച്ച് ലക്ഷ്മി ഇവിടെ വിളിക്കാനായിട്ട് വന്നതാ. അപ്പോൾ ഞാൻ ആ പൂക്കാരിയിലൂടെ പറഞ്ഞു, ഇപ്പം അങ്ങനൊന്നും ഇല്ല, ചടങ്ങൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഇപ്പം വിളിക്കുകയൊന്നും വേണ്ട, ഇവളിവിടെ നിൽക്കത്തേ ഉള്ളു, ഞാൻ അവളെ വിടത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞും പോയി. അപ്പോൾ ഉടനെ തന്നെ ഭാമ പറയണേ, നീ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നീ അത് മാറ്റിപ്പറ, അപ്പം തീരത്തൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ പറയണേ, അത് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഭാമ മാറ്റി പറയുന്നത്? നീ മാറ്റി പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സമയം ഒരുപാടായി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്, ഇനി എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഭാമ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതിപ്പോൾ എന്താ പറയുന്നത്? എന്തായാലും വിളിച്ചു കളയാം, എന്തായാലും രണ്ടുപേരെയും തമ്മിൽ മാറ്റി നിർത്തിയല്ലേ പറ്റൂ. അപ്പോൾ വിളിക്കാതിരുന്നാൽ പറ്റില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ ചന്ദ്ര ഫോൺ വിളിക്കുകയാണ്, നമ്മുടെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതേസമയം ലക്ഷ്മിയും നമ്മുടെ ദേവവും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്, അമ്മയും മോളും കൂടി. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോഴത്തേക്ക് ഫോൺ കോൾ വരികയാണ്. അങ്ങനെ രണ്ടുപേരും ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ലക്ഷ്മി ഫോൺ ഇങ്ങനെ തപ്പിയെടുക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മി പറയണം, അയ്യോ, ഇത് പിന്നെ ചന്ദ്രയാണല്ലോ വിളിക്കുന്നത്, ചന്ദ്രമതി എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം കാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ലൈറ്റ് ഇടുകയാണ്. അപ്പോഴത്തേക്ക് ദേവു എണീക്കുകയാണ്. ദേവു പറയണം, അമ്മേ ഫോൺ എടുക്ക്. എന്നാലും മോളെ, എനിക്കെന്തോ പേടിയാവുന്നു, എന്തെങ്കിലും പ്രശ്നം കാണോ എന്തോ, അല്ലെങ്കിൽ ഈ രാത്രിയിൽ എന്തിനാ ചന്ദ്രമതി വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവു പറയണേ, എൻ്റെ അമ്മ ഫോൺ എടുത്താലല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഫോൺ എടുക്കുകയാണ്. ലക്ഷ്മി പറയണ, ഹലോ ചന്ദ്രമതി, എന്താ ചന്ദ്രമതി വിളിച്ചത് ഈ രാത്രിയിൽ? അതെ, ഈ രാത്രിയിൽ എന്താ വിളിച്ചതെന്ന് മാത്രം മതി, ചന്ദ്രമതി എന്നുള്ള വിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നിങ്ങനെ പറയണേ കേട്ടോ. നമ്മുടെ ചന്ദ്രമതി പറയണേ, നമ്മുടെ ലക്ഷ്മിയോട് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവുവിന് ഇഷ്ടപ്പെടുന്നില്ല. ദേവു പറയണ, അതെന്താ, നിങ്ങൾ ചന്ദ്രമതി അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവുവിനെ നമ്മുടെ ലക്ഷ്മി തടയാണ്. മിണ്ടാതിരിക്കും ദേവു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഇപ്പം ഈ സമയത്ത് വിളിച്ചത്? അതെന്താ, നിന്നെയൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ സമയവും കാലമൊക്കെ നോക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അതല്ല, ഈ പാതിരാത്രി വിളിച്ചത് എന്തിനാണെന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ തന്നെ ചന്ദ്രമതി പറയണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ലക്ഷ്മിയെ കളിയാക്കി പറയുകയാണ്, അതെ, നിന്നെ ഈ പാതിരാത്രി വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ ഇങ്ങനെ പേടിച്ച് എന്തിനാണെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണ, അതെ, എന്താന്ന് വെച്ചാൽ വിട്ടുപോയല്ലോ, ഇസ്രയേലും ഉക്രൈനും തമ്മിൽ ഭയങ്കര യുദ്ധമാണെന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയണം. ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണ്, അതുകൊണ്ടേ അത് പരിഹരിക്കാനായിട്ട് നിന്നെ വിളിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവു ഇടയ്ക്കേറി പറയണ്, നമ്മളവിടെ വിളിച്ചപ്പോഴേ നമ്മളോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഇസ്രയേലും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കാനായിട്ട് ചന്ദ്രമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അങ്ങോട്ടേക്ക് വിടാനാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി പറയണേ, എടി നീ എന്നോട് സംസാരിക്കാറായോടി എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ ഉടനെ ദേവു ചോദിക്കണേ, എന്താ സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവു. ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണേ, മോളെ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ പറയണേ, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാലേ ആടി മാസമാണിത്, അതുകൊണ്ടേ
നീ നിൻ്റെ മോളെ വിളിച്ചോണ്ടിങ്ങ് വരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയണം, അതിന് ഞാനിന്നാൾ വിളിക്കാനായിട്ട് വന്നതല്ലേ, അപ്പോൾ നിങ്ങളല്ലേ ഇങ്ങോട്ട് വിടാത്തത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആടിമാസമൊന്നും ഇല്ല, അതുകൊണ്ട് വിടണ്ട, വിളിച്ചോണ്ട് പോകണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ടെന്താ ഇപ്പം ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കണം ലക്ഷ്മി. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണേ, ഞാൻ പറഞ്ഞോ? അപ്പോൾ ഉടനെ ലക്ഷ്മി പറയണേ, അതെ നിങ്ങളല്ലേ പറഞ്ഞത് ഇപ്പോൾ ആടിമാസമൊന്നുമില്ല, അതൊക്കെ പഴഞ്ചനാണെന്നൊക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവു പറയണം, പിന്നെ പറയാതെ നുണ പറയുകയാണോ നിങ്ങൾ പാതിരാത്രി വിളിച്ചിട്ട്? നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, എനിക്കറിയില്ല, ഞാനതൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞങ്ങ് രക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണം, എന്തായാലും ആടിമാസം ആയതുകൊണ്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ലക്ഷ്മി പറയണം, അത് പിന്നെ എന്ന് വിളിക്കണം, എപ്പോൾ വിളിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ഇന്ന് വിളിക്ക്, ഈ പാതിരാത്രി വാ വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ ദേവുവിന് ദേഷ്യം വരികയാണ്. ദേവു പല്ല് കടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, മോളെ ദേവു മിണ്ടാതിരിക്കും മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി, അതെ ഒരു കാര്യം ചെയ്, നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ വരണം, വന്ന് നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി പറയണം, അയ്യോ നാളെ വിളിക്കാൻ കൊള്ളില്ല, മറ്റന്നാൾ വന്ന് വിളിക്കാം, നാളെ കൊള്ളാത്ത ദിവസമാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി പറയണം, നിനക്കൊക്കെ എന്താ നാളെ വിളിക്കാൻ വന്നാൽ? പിന്നെ അല്ലെങ്കിൽ നിൻ്റെ മോളങ്ങ് മഹാലക്ഷ്മിയല്ലേ, നിനക്കൊക്കെ ഉണ്ടോ സംക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡയലോഗുകളൊക്കെ അടിക്കുകയാണ്. ആടിനും കോഴിക്കും മാടിനൊക്കെ എന്താ സംക്രാന്തി, നാളെ വന്ന് വിളിച്ചുകൊണ്ട് പോകണം നിൻ്റെ മകളെ നാളെ നീ വന്ന് വിളിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഞാനിവിടെ പിന്നെ അവളെ ഒരു നിമിഷം പോലും നിർത്തില്ല, ഇവിടുന്ന് ഞാൻ അവളെ അടിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ അവൾക്ക് കയറി വരാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ തന്നെ കൊണ്ടുപോകണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയണം, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു സമാധാനമായി, ഇനിയിപ്പോൾ എന്തായാലും നാളെ വന്ന് അവളെയും കൊണ്ട് പൊയ്ക്കോളല്ലോ, ഇനി ഈ ഒരു കാര്യത്തിൽ സച്ചിയും രേവതിയും തമ്മിൽ അടുക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് സമാധാനമായി, ആ ഒരു കാര്യത്തിലെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതേസമയം പിറ്റേന്നാണ് കാണിക്കുന്നത്, നമ്മുടെ രേവതി അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചന്ദ്രമതി ചോദിക്കുകയാണ്, എടി നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? അതേ അമ്മേ ജോലിയൊക്കെ കഴിഞ്ഞു. നീ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? എല്ലാം ഉണ്ടാക്കിയമ്മേ. പാത്രങ്ങളൊക്കെ എന്തടി കഴുകാത്തത്? അമ്മേ ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ചു. അപ്പോൾ പിന്നെ ആ കിടക്കുന്നതൊക്കെയോ? അതെല്ലാം ഞാൻ കഴുകി അടുക്കി വെച്ചിരിക്കുകയല്ലേ അമ്മേ. ഇതിൻ്റെ പുറമൊക്കെ തുടച്ചോ? അതേ അമ്മേ എല്ലാം ഞാൻ തുടച്ചു. ഇഡ്ഡലിക്കുള്ള മാവ് നീ അരച്ച് വെച്ചോ? അത് അരച്ച് വെച്ചമ്മേ, ഞാൻ ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിട്ടുണ്ട്. എന്നാലേ കുറച്ച് മാവ് ഒരു 2 ആഴ്ചത്തേക്കുള്ള അരി ആട്ടി ഫ്രിഡ്ജിൽ വെയ്. 2 ആഴ്ചത്തേക്കുള്ള അരിയോ? എന്താടി 2 ആഴ്ചത്തേക്കുള്ള അരിയെന്ന് നീ കേട്ടിട്ടില്ലേ? അല്ലമ്മേ, ഈ 2 ആഴ്ചത്തേക്കൊക്കെ എന്തിനാ ആട്ടി വെക്കുന്നത്? അമ്മ ഇത് പുളിച്ചു പോവും. പുളിച്ചൊന്നും പോവില്ല, ഫ്രിഡ്ജിൽ വെച്ചാലേ അതുപോലെ തന്നെ ഇരിക്കും. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കല്ലേ. അപ്പോൾ ഉടനെ രേവതി പറയണം, എൻ്റെ അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? എന്താടി ഞാൻ പോണെങ്കിൽ മാത്രമേ നീ ചെയ്യുള്ളൂ? അയ്യോ അമ്മ അതുകൊണ്ടല്ല, അമ്മ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് സാധാരണ എന്നെക്കൊണ്ട് ഇങ്ങനെ അധികമായിട്ടൊക്കെ ഓരോന്ന് ചെയ്യിപ്പിച്ച് വെക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാലേ ഞാൻ പോവോ വരുമോ എന്നുള്ളതൊന്നും നീ അറിയണ്ട. നിൻ്റെ കൂടെ 2 ആഴ്ചത്തേക്കുള്ള അരി ആട്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ പറഞ്ഞാൽ അത് വെക്കണമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ നീ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രേവതി പറയണം, അയ്യോ അമ്മേ 2 ആഴ്ചത്തെ അരിയൊക്കെ ആട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അരിയും ഉഴുന്നും കൂടി കുതിർക്കാൻ വെക്കണ്ടേ? ഞാനത് വച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ പറ്റും ആട്ടാൻ? ആഹാഹാഹാ എടീ, നിൻ്റെ മുഖത്തെ ഇതേ വലിയ 2 ഉണ്ട കണ്ണുണ്ടായിട്ടേ ഒരു കാര്യവുമില്ല. നോക്കണം, എന്നാലേ വല്ലതും കാണൂ. ദേ അങ്ങോട്ട് നോക്ക്. ഉടനെ രേവതി അങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ പറയണേ, കണ്ടില്ലേ അവിടെ ഇരിക്കുന്ന അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് കുതിർന്ന് പരുവമായിട്ടിരിക്കുകയാണ്, എടുത്ത് അരച്ച് വെയ്, ചെല്ലടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി നോക്കുമ്പോഴത്തേക്കും ഇതോ ഇത്രയും പൊക്കത്തിനുള്ള ഒരു ചരുവം അതിനകത്ത് നിറച്ച് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ അതിൽ കുറച്ചുകൂടി താഴ്ചയുള്ള ഒരു പാത്രം, അതിനകത്തും നിറച്ച് ഉഴുന്നും ഇട്ട് വെച്ചിരിക്കുകയാണ്. രേവതി പറയാണ്, ആരൊക്കെയാ അമ്മേ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതേസമയത്ത് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്.
ചെല്ലുമ്പോൾ തന്നെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയാണ് പോകുന്നത്. എന്നിട്ടാണ് രവീന്ദ്രനോട് ചെന്നിട്ടാണ്, ഛേ എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇവിടെയൊക്കെ അപ്പടി പൊടിയും അഴുക്കുവാണല്ലോ, നോക്ക് ഈ ഭിത്തിയിലൊക്കെ ഭയങ്കര അഴുക്ക് പൊടി, ഈ തറയിലും ഉണ്ട്, ഒരു വൃത്തിയില്ല ഇവക്ക്, ഇവളൊന്നും വൃത്തിയായിട്ട് ചെയ്യത്തില്ല കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ്. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യും. എത്ര നാളായി ഇവൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ അത്രയും അഴുക്കാണ്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം, ആരാ പറഞ്ഞത് വൃത്തിയായിട്ടില്ലെന്ന്, ഇവിടെ എങ്ങും പൊടിയില്ല അഴുക്കുമില്ല ഒന്നുമില്ല, നിന്റെ മനസ്സിനാ അഴുക്ക് അല്ലാതൊന്നുമല്ല. എന്നെ പറയാൻ എളുപ്പമുണ്ടല്ലോ, ഇവിടെയൊന്നും ഒരു വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ വൃത്തിയില്ല എന്നെ. അപ്പോൾ രവീന്ദ്രൻ പറയണം, അങ്ങനെ വൃത്തിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, അവള് രേവതി വൃത്തിയാക്കിയിട്ട് വൃത്തിയായില്ലെങ്കിലേ നിനക്ക് വേറൊരു മരുമകൾ കൂടി ഉണ്ടല്ലോ, അവള് മുറിക്കകത്ത് കാണുമല്ലോ, നീ അവളെ വിളിച്ചിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ അവളോട് തുടയ്ക്കാൻ പറ എന്നിങ്ങനെ രവീന്ദ്രൻ പറയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ, ഛേ എന്ത് വർത്താനാ നിങ്ങൾ ഈ പറഞ്ഞത്, ശ്രുതിയോട് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറയാനോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് പറയാൻ, രേവതി എവിടെ കിടക്കുന്നു, ശ്രുതി എവിടെ കിടക്കുന്നു, രേവതിയെ പോലെ ആണോ ശ്രുതി? അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ, രേവതിക്ക് എന്താ, അല്ല സോറി ശ്രുതിക്ക് എന്താ പ്രത്യേകത? അവള് കോടീശ്വരൻ്റെ മോളാ, മലേഷ്യയിലുള്ള വമ്പൻ കോടീശ്വരൻ്റെ മോളാ അവള് ഇവിടെ കിടക്കുന്നു, നിങ്ങളുടെ രേവതി എവിടെ കിടക്കുന്നു, ശ്രുതി മോളെ ഇവിടെ ജോലി ചെയ്യേണ്ടവളല്ല എന്നിങ്ങനെ പറയണ്. കോടീശ്വരിയായ ശ്രുതി മോള് ഇവിടെ ജോലി ചെയ്യണോ? അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണ, എന്നാലേ ശ്രുതി അത്ര കോടീശ്വരിയാണെന്നും പണക്കാരിയാണെന്നൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് പറയണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ്, അത് തോന്നാത്തതേ നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവളിവിടെ വല്ലതും ചെയ്തു എന്ന് അവളെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കഴിയട്ടെ, അവളെ ഡാഡിയുടെ പണം ഉണ്ടല്ലോ എൻ്റെ കൈകളിലൂടെ ഇങ്ങനെ ഒഴുകും എന്നിങ്ങനെ പറയണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ, ആ ഒഴുവിയാ കൊള്ളാം എന്നിങ്ങനെ പറയണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കണം, എടി നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ, അടുക്കളയിൽ ഇഡ്ഡലി മാവെല്ലാം അരച്ച് വെച്ചോ? അപ്പോൾ രേവതി പറയണേ, എല്ലാം അരച്ച് ഫ്രിഡ്ജിൽ വെച്ചമ്മേ. എല്ലാം ഫ്രിഡ്ജിൽ വെച്ചോ, എങ്കിൽ ഇതേ ഇവിടെ തറയൊക്കെ ഒന്ന് കഴുക്. അപ്പോൾ രേവതി പറയണേ, തറയൊക്കെ തുടച്ചമ്മേ. എപ്പോൾ തുടച്ചു? അതൊക്കെ ഞാൻ രാവിലെ ചെയ്തായിരുന്നു, എന്നാലേ ഒന്നും വൃത്തിയായിട്ടില്ല, ഇവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കണം, ഒന്നുകൂടി തുടയ്ക്ക്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. രവീന്ദ്രൻ പറയണം, മോളെ നീ ഒരു തവണ ചെയ്തല്ലോ, ഇനി ചെയ്യണ്ട, ഇനി ഇത് വൃത്തിയായില്ലെന്നുണ്ടെങ്കിലേ ആ പറയുന്നവർ തന്നെ അങ്ങ് ചെയ്യും, മോൾ ഇനി ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ വരികയാണ്. ഓട്ടോയ്ക്കകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ ദേവുവും അമ്മയും കൂടി വരികയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതി ഓടി ചെന്നിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവുവിനെയും കൂട്ടി അകത്തേക്ക് വരികയാണ്. അപ്പോൾ ദേവുവിനോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ ദേവു ഇന്ന് കോളേജിൽ പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പോയില്ല, ഇന്ന് പോയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ വിളിക്കുകയാണ്, ദേ ചന്ദ്രേ ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ എന്നും പറഞ്ഞിട്ട് നല്ല സ്നേഹത്തോട് കൂടി വിളിക്കുകയാണ് രവീന്ദ്രൻ. ചന്ദ്രമതിയുടെ മോന്തയാണെങ്കിൽ കടന്തല കുത്തിയാണെങ്കിൽ ഇത് ഇത്രയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും അവരെല്ലാവരും കയറി വരികയാണ്. ലക്ഷ്മിയോട് കയറി വരാൻ പറയുകയാണ്. രവീന്ദ്രൻ അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ ഒരു കിറ്റുണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സാധനങ്ങൾ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ഫ്രൂട്ട്സ് പോലെയാണ് കാണിക്കുന്നത്. അത് കൊണ്ടുവന്ന ഉടനെ നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ, ഇതാ ചേച്ചി ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ചേച്ചി എന്നൊന്നും വിളിക്കുന്നില്ല, ഇതെവിടത്തേക്ക് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അത് കയ്യിൽ നിന്ന് ഇങ്ങ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇടുകയാണ്, നിലത്തേക്ക് അങ്ങ് ഇടുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര വിഷമമാവുകയാണ്. രേവതിക്കും അമ്മയ്ക്കും ദേവുവിനും എല്ലാവർക്കും അത് വലിയ സങ്കടമാവുകയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവരതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ അത് കാണാത്തത് കണക്ക് നിൽക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ കണ്ടു. രവീന്ദ്രന് നല്ല വിഷമമാവുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പറയണേ, നീ ബാലലക്ഷ്മി ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയണം, മോളെ രേവതി ഇവർക്ക് കുടിക്കാൻ ചായയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, വേണ്ട മോളെ ചായയൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കുടിച്ചിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയണം. അങ്ങനെ രേവതിയും അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ഇറങ്ങി വരികയാണ്. ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ ഹായ് ദേവു എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ ഹായ് ശ്രീ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവു. ചന്ദ്രമതിയുടെ മുഖം ഇത്രയുണ്ട്, കണ്ണ് രണ്ടും തള്ളി വരികയാണ് അത് കാണുമ്പോൾ. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, രേവതിയോട് ചോദിക്കുകയാണ്,
രേവതിയോടല്ല, നമ്മുടെ ദേവുവിനോട് ചോദിക്കണം, ദേവു എന്താ പ്രതീക്ഷിക്കാതെ ഇന്ന് ഈ സമയത്ത്? ഇന്നലെ രാത്രിയിൽ ചാറ്റ് ചെയ്തപ്പോൾ ഇന്ന് വരുന്നൊരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് പറയണ. അപ്പോൾ ദേവു പറയണ, അത് ഞങ്ങളും വരണമെന്നൊന്നും വിചാരിച്ചല്ല, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതാണ് എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിയുടെ ഹാലിളകാണ്. ചന്ദ്രമതി ചോദിക്കണേ, നീ രാത്രി ഇവളെ ചാറ്റ് ചെയ്തെന്നോ ഇവളുമായിട്ട്? എടി, നിനക്ക് എന്താണ് ഇവൻ്റെ കൂടെ ഇത്രയ്ക്ക് ചാറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്നും പറഞ്ഞ് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കണേ, എടാ നിനക്കെന്താണ് ഇവളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ളത്? അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പോടാ, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ, പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണേ, എന്താ ലക്ഷ്മി പ്രതീക്ഷിക്കാതെ ഇത്രയും രാവിലെ? അതെ രവിയേട്ടാ, ഞാൻ മോളെ ആടിമാസമല്ലേ ഇത്, അപ്പോൾ മോളെ വിളിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയണേ. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ, അത് ഇന്നാളെ പറഞ്ഞതല്ലേ ലക്ഷ്മി, ഇന്നാളെ ലക്ഷ്മി വന്നപ്പോൾ ചന്ദ്രമതി പറഞ്ഞതല്ലേ അന്ന്. ഇപ്പോൾ അതൊക്കെ അന്നത്തെ പണ്ടത്തെ കാലത്തെ ആചാരങ്ങളല്ലേ, ഇനിയിപ്പോൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ആചാരത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. മോൾ ഇവിടെ നിൽക്കുമായിരുന്നല്ലോ, അന്ന് തന്നെ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അതിനായിട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു പറയണ, അതേ അങ്കിളെ, ഞങ്ങൾ വന്നതേ ആൻറ്റിയാണ്. ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം ആൻറ്റി ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് രാവിലെ ചേച്ചി ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഞെട്ടിപ്പോവാണ്. ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ ആകെ ചൂളി നാശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കണം, അതെന്താ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം? നീ അങ്ങനെ പറയുന്ന കൂട്ടത്തിലല്ലായിരുന്നല്ലോ, എന്താ ഇപ്പം സംഭവിച്ചത് എന്നിങ്ങനെ പറയണം. എന്നിട്ട് രവീന്ദ്രൻ പറയണം, മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയണം ചന്ദ്രമതിയെ നോക്കിയിട്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും കൂടി വരികയാണ്. അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ നോക്കിയിട്ട് ഇങ്ങനെ പോന്ന് ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മിയോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ കയറി എന്നാണ് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി കണ്ണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയണ, മോളെ ശ്രുതി എന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ പറയണ, മോള് പോണില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കണം, പോണില്ലേന്നോ? എവിടേക്ക്? അല്ല മോളെ, ഇത് ആടിമാസമല്ലേ, ആടിമാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 1 മാസം മുഴുവനും പെൺകുട്ടി, പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ പെൺകുട്ടി അമ്മയുടെ ഒപ്പമല്ലേ നിൽക്കേണ്ടത്, മോളുടെ അമ്മയുടെ ഒപ്പം പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു പറയണം, അമ്മേ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ ദേവു പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി പറയണം, അയ്യോ മോളെ ക്ഷമിക്കും മോളെ, ഞാൻ ഓർത്തില്ല, മോൾക്ക് അമ്മയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല, മോള് വിഷമിക്കണ്ട, മോൾ എൻ്റെ വീട്ടിൽ പോര്, രേവതിയെ കൊണ്ടുപോകുമ്പോൾ മോളും കൂടി എനിക്കൊപ്പം പോര്, ഞാൻ മോളെ നോക്കിക്കോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയണം, അതെ നിങ്ങൾ ആരെ കൊണ്ടുപോകാനാണോ വന്നത് അവരെയും കൊണ്ട് നിങ്ങളങ്ങ് പോയാൽ മതി, ശ്രുതിയുടെ കാര്യം ഇപ്പം നിങ്ങൾ തീരുമാനിക്കണ്ട എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണം, നീ ആര് ശ്രുതിയെ കൊണ്ടുപോകാൻ പറയാൻ? നീ ആരാ? നീ എവിടെ താമസിക്കുന്നത്? നിനക്കൊക്കെ സ്വന്തമായിട്ടൊരു താമസ സ്ഥലമുണ്ടോ? നീയൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലം എപ്പോഴാ ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴാന്നറിയില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തല്ലേ നീയൊക്കെ താമസിക്കുന്നത്? കിടക്കാനോ നിന്ന് തിരിയാനോ സ്ഥലമില്ലാത്തൊരു വീട്ടിലേക്കാണോ ശ്രുതിയെ നീയൊക്കെ വിളിക്കുന്നത്? ശ്രുതി എവിടെ കിടക്കുന്നു? നിങ്ങൾ എവിടെ കിടക്കുന്നു? മണിമാളികയിൽ ബംഗ്ലാവിൽ താമസിക്കുന്ന ശ്രുതിയെയാണോ നിങ്ങളുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അപമാനിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയെ. അത് കേൾക്കുമ്പോൾ രേവതിക്കൊക്കെ വിഷമമാവാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രയെ മിണ്ടാതിരിക്കെ, ലക്ഷ്മിക്ക് തോന്നിയല്ലോ ശ്രുതിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് കൂടെ നിർത്താനായിട്ട് വിളിക്കാൻ തോന്നിയല്ലോ, ആ ഒരു മനസ്സിനെ നീ ബഹുമാനിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നൊരു ഇച്ചിരി എപ്പിസോഡ് നീണ്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.